ഈ ഒരു പ്രത്യേക സാഹചര്യമൊക്കെ പരിഗണിച്ച് കോൺഗ്രസിനോട് വലിയ തർക്കത്തിനൊന്നും പോകണ്ട, അവരെ കൂടുതൽ പ്രകോപിപ്പിക്കേണ്ട എന്നുള്ളതാണ് ഇപ്പോൾ CPM-ന്റെ നിലപാട്. കേരള കോൺഗ്രസിനോട് അത് പിന്നെ തെറ്റിപ്പോകരുത്, കേരള കോൺഗ്രസ് ആണ്. കാരണം കേരള കോൺഗ്രസ് ഇപ്പം UDF-ലേക്ക് പോകും. കേരള കോൺഗ്രസിനെ ചാക്കിട്ട് പിടിക്കാനായിട്ട് കോൺഗ്രസും ലീഗുമായിട്ട് ഇങ്ങനെ പിന്നാലെ ചാക്കുമായിട്ട് നടക്കും. ഇതിപ്പം കോൺഗ്രസ്, ലീഗ്, CPM ഇല്ല സുന്ദരിയുടെ പുറകെ കുറെ കാമുകന്മാരിങ്ങനെ നടക്കുന്നത് പോലെ കേരള കോൺഗ്രസിന്റെ പുറകെ ഇങ്ങനെ നടക്കുവാണല്ലോ സർ. CPM ഇപ്പൊ ആകെപ്പാടെ വെട്ടിലായിരിക്കുകയാണ്. കാരണം ഒന്ന് രണ്ട് കാര്യങ്ങൾ ജോസ് കെ മാണി അതിനിടയ്ക്ക് കയറി ഉന്നയിച്ചു കളഞ്ഞു. വന്യജീവി സംഘർഷം പരിഹരിക്കണം, ഇതിനുവേണ്ടി സഭ വിളിച്ചു കൂട്ടണം എന്നൊക്കെ പറഞ്ഞ് ആകെ കൂടെ പ്രശ്നമാക്കി. അതിന് ശശീന്ദ്രന് മറുപടി പറയുകയൊക്കെ ചെയ്തു. ശശീന്ദ്രന് തിരിച്ച് മറുപടി പറയാനൊന്നും താൻ ആളല്ല എന്നൊക്കെ പറഞ്ഞ് ജോസ് കെ മാണി മാറിപ്പോയി. ശശീന്ദ്രൻ ഇത് വന്യജീവി സംഘർഷം ഒന്നും പരിഹരിക്കുന്നതിൽ ഒന്നും ചെയ്തിട്ടില്ല എന്ന് നമുക്കറിയാം. വയനാട്ടിൽ ആന മനുഷ്യനെ കൊന്നുകൊണ്ടിരുന്നപ്പം പിന്നെ ശശീന്ദ്രന് കോഴിക്കോട് ആനന്ദ നൃത്തം ചെയ്തുകൊണ്ടിരുന്നു, പാട്ടും പാടി. അതാണ് അദ്ദേഹം, നമ്മുടെ വനം വകുപ്പ് മന്ത്രിയുടെ രീതി അങ്ങനെയാണ്. അപ്പോൾ ജോസ് കെ മാണിയാണെന്നുണ്ടെങ്കിൽ കുറേ നാളായിട്ട് ഇങ്ങനെ ചാടാൻ വേണ്ടി റെഡിയായിരിക്കുകയാണ്. അപ്പോൾ അതിനൊരു കാരണം ഉണ്ടാക്കിയതാണ് ഈ പ്രശ്നം. പക്ഷേ ഇതൊരു കാരണമാണ്. പക്ഷേ ഈ സമീപകാലത്താണ് അവർക്ക് തോന്നിയത്, കേരള കോൺഗ്രസ് എന്ന് പറഞ്ഞാൽ കർഷകരുടെ പാർട്ടിയാണ്, കർഷകരോട് ഉടനെ അങ്ങ് പ്രേമം കയറി. അപ്പോൾ ഉടനെ ഇത്രയും കേരളത്തിലെ ഒരു 3-4 ജില്ലക്കാർ വലിയ ബുദ്ധിമുട്ട് അനുഭവിക്കുകയാണ്. മലയോര മേഖലയിലുള്ളവർ കൃഷിയില്ല, കൃഷി പോയിട്ട് മനുഷ്യനെ ജീവൻ പോലും അപകടത്തിലാണ്. എത്രയോ പേരാണ് ആന ചവിട്ടിക്കൊന്നത്, കടുവ പിടിച്ചുകൊണ്ട് പോയത്. കുട്ടികൾക്ക് അവരുടെ വീടിൻ്റെ പുറത്തിറങ്ങി കളിക്കാൻ പോലും കഴിയുന്നില്ല, ചെറിയ കൃഷികൾ പോലും ചെയ്യാൻ കഴിയുന്നില്ല. ഇത് മുഴുവൻ നശിപ്പിക്കുകയാണ്. അപ്പോൾ വന്യജീവി നിയമം ഭേദഗതി ചെയ്യണം എന്ന് കേന്ദ്രത്തിനോട് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ഒരു പ്രമേയം പാസ്സാക്കണം, സഭ വിളിച്ചുകൂട്ടി. ഈ ജോസ് കെ മാണിയോടൊപ്പം സഭ കൂടി പിന്നിലുണ്ട്, ക്രൈസ്തവ സഭയുമുണ്ട്. ക്രൈസ്തവ സഭയെ അതൃപ്തരായിട്ട് നിൽക്കുക ഏറെക്കാലമായിട്ട്. LDF-ന്റെ ഈ വനനിയമത്തിൻ്റെ കാര്യത്തിൽ അതൃപ്തി പൂണ്ട് നിൽക്കുകയാണ്. ഈ കേരള കോൺഗ്രസിനെ എങ്ങനെയെങ്കിലും പിടികൂടണമെന്നും പറഞ്ഞ് കോൺഗ്രസ് ലീഗുമായിട്ട് ചാക്കുമായിട്ട് നടക്കാൻ തുടങ്ങിയിട്ട് കുറേ നാളായി. ജോസ് കെ മാണി ഒന്നിനും വെയിറ്റ് ചെയ്യാൻ എന്തിനു വേണ്ടിയാണെന്നറിയാമോ? ഈ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് ഒന്ന് കഴിയണം, അതിനുവേണ്ടി. അതിപ്പോ പറയുന്നുണ്ട്, തദ്ദേശ തെരഞ്ഞെടുപ്പിലെ സീറ്റുകൾ സംബന്ധിച്ച് ഒരു തർക്കവും പാടില്ല എന്നും പ്രകോപിപ്പിക്കേണ്ട എന്നുള്ളതാണ്. എന്ത് സീറ്റ് വേണമെങ്കിലും നൽകാം, പക്ഷെ അവരെ പിടിച്ചു നിർത്തണം എന്നുള്ളൊരു നിലപാടിൽ തന്നെയാണ് CPM. അവിടെ ജോസ് കെ മാണി ബാർഗെയിൻ ചെയ്യും. ജോസ് കെ മാണി നല്ല ഒന്നാം തരം ബാർഗെയിൻ ചെയ്യുന്ന കക്ഷിയാണ്. UDF-ലേക്ക് പോകും എന്നൊക്കെ നമ്മൾ ഈയിടെയായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. അതിൻ്റെ പിന്നാമ്പുറ ചർച്ചകൾ നടക്കുകയാണ്. UDF-ലേക്ക് പോകുമെന്ന് പറഞ്ഞാൽ നേരെ അങ്ങ് കയറി അങ്ങ് പോവുകയല്ല. അവിടെ ചില കൊടുക്കൽ വാങ്ങലുകൾ ഉണ്ട്. ജോസ് കെ മാണിയെ എവിടെ കൊണ്ട് നിർത്തും സേഫായിട്ട്? ഇനിയും തോറ്റു കഴിഞ്ഞാൽ ജോസ് കെ മാണി നിലവിട്ട് എന്തെങ്കിലുമൊക്കെ കാണിക്കും. മന്ത്രിയാകാനായിട്ട് ആഗ്രഹിക്കുന്ന ആളാണ് ജോസ് കെ മാണി. അതിപ്പോ LDF-ലായിരുന്നപ്പോഴും അദ്ദേഹത്തിന് വേണ്ടുന്ന ഒരു പിന്തുണയോ വേണ്ടുന്ന സ്ഥാനമോ കിട്ടിയിട്ടില്ല. അത് എന്തായാലും ഉള്ളിൽ കാണും. അപ്പൊ ഇനിയിപ്പോൾ LDF നിന്നാൽ തന്നെ ഇപ്പോൾ ഒരു ജനവിരുദ്ധ വികാരം ഇപ്പൊ LDF സർക്കാരിനെതിരെ ഉണ്ട്. അപ്പൊ നിന്നാൽ തന്നെ അത് ജയിക്കുമോ എന്നുള്ളതും അവിടെ സംശയമായിട്ടിരിക്കുന്നു. പിന്നെ ഈ പറഞ്ഞോണം LDF ഇപ്പോൾ CPM ഇപ്പോൾ ഇത് പിടിച്ചു നിർത്തുന്നത്, ഇദ്ദേഹം അങ്ങോട്ട് ഇപ്പൊ അൻവർ ചെയ്ത പോലെ അറ്റകൈ പ്രയോഗം, മലയോര കർഷകർക്ക് വേണ്ടിയിട്ട് നിൽക്കുന്നു, നിലകൊള്ളുന്നു, ഞാൻ പിന്മാറുന്നു എന്ന് പറഞ്ഞ് അദ്ദേഹം അങ്ങോട്ട് ചാടുമ്പോൾ തെരഞ്ഞെടുപ്പിനെ വല്ലാണ്ട് ബാധിക്കാൻ സാധ്യതയുണ്ട്. ഒരുപക്ഷെ LDF ഇത്തരത്തിലുള്ള കാര്യങ്ങൾ കാരണം LDF നാണം കെടാൻ സാധ്യതയുണ്ട്. തെരഞ്ഞെടുപ്പിൽ ഒരു മിതമായ രീതിയിലെങ്കിലും പലയിടത്തും വോട്ട് ബാങ്ക് ഉയർത്താൻ പറ്റിയ LDF-ന്റെ ഒരു ഭാഗത്ത് നിന്ന് നോക്കിയാൽ ഓക്കെ. പക്ഷെ 8 നില പൊട്ടുന്ന ഒരവസ്ഥ ഉണ്ടായാൽ ജോസ് കെ മാണി നല്ല ബാർഗെയിനിങ് നടത്തുന്ന ആളാണെന്ന് CPM-ന് അറിയാം. അതുകൊണ്ടാണ് 2021 അങ്ങോട്ട് കയറി ചെന്നപ്പോൾ ജോസ് കെ മാണിയെ പാലയിൽ തോൽപ്പിച്ചതിന് പിന്നിൽ CPM ഉണ്ട്. പിണറായിക്ക് അറിയാം ബാർഗെയിൻ ചെയ്യും, അത് ധനവകുപ്പിന് വേണ്ടി തന്നെ ആയിരിക്കും എന്നുള്ളതറിയാം. അതുകൊണ്ടത് ഒതുക്കിയതാണ്. അതുകൊണ്ട് ജോസ് കെ മാണി അതൃപ്തനുമാണ് LDF-നകത്ത്.
പക്ഷെ പെട്ടെന്ന് ഇങ്ങോട്ട് വരാനും പറ്റത്തില്ല. ഇനിയും ഒരു തുടർഭരണം LDF ഇല്ല എന്ന് മനസ്സിലാക്കുന്നുണ്ട്. ഇത് മനസ്സിലാക്കാൻ പോകുന്നത് എപ്പോഴാണ്, ഉറപ്പിക്കാൻ പോകുന്നത് എപ്പോഴേ, ഈ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ ജോസ് കെ മാണിക്ക് ചിത്രം വ്യക്തമാകും. ആരായിരിക്കും കേരളത്തിലെ UDF ഒരു ട്രെൻഡ് ഉണ്ടോ, അതോ ആർക്കും ഭൂരിപക്ഷം ഇല്ലാത്ത ഒരു തൂക്ക് സഭയിലേക്ക് പോകുമോ? കാരണം BJP വ്യക്തമായ ഒരു സ്പേസ് പിടിക്കുകയാണ്. അപ്പോൾ ഈ വക കാര്യങ്ങളിലൊക്കെ ഒരു സംശയം നിൽക്കുന്നത് കൊണ്ടാണ് ഈ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് ഒന്ന് കഴിയട്ടെ എന്ന് തീർച്ചപ്പെടുത്തിയിരിക്കുന്നത്. അതുകൊണ്ടാണ് CPM പഞ്ചായത്ത് തെരഞ്ഞെടുപ്പുകളിൽ സീറ്റ് ബാർഗെയിനിങ് ഉണ്ടാകും, കേരള കോൺഗ്രസ് അവിടെ അങ്ങ് വഴങ്ങിക്കൊടുക്കാൻ പറഞ്ഞിരിക്കുകയാണ്. ഇവിടെ രാജ്യസഭാ സീറ്റൊക്കെ അങ്ങോട്ട് കൊടുത്തിട്ടുണ്ട്. 2026 രാജ്യസഭാ സീറ്റൊക്കെ അത് കാലാവധി കഴിയും. തിരികെ LDF അധികാരം കിട്ടില്ല എന്ന് ബോധ്യപ്പെടുന്ന സാഹചര്യത്തിൽ ഈ സഭ കൂടി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് UDF വരാൻ. UDF വന്നു കഴിഞ്ഞാൽ ഈ ജോസ് കെ മാണിയാണ് കേരള കോൺഗ്രസിലെ പ്രബല വിഭാഗം. അവർക്ക് അവരിൽ ക്രൈസ്തവ വിഭാഗം വളരെ കൂടുതലാണ്. കേരള കോൺഗ്രസിൽ എല്ലാത്തിലും ക്രൈസ്തവരാണ് കൂടുതലായിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഈ സെൻട്രൽ ട്രാവൻകൂറിലെ പല മണ്ഡലങ്ങളും പിടിച്ചെടുക്കാൻ കഴിയുമെന്നാണ് പക്ഷെ ഇതിപ്പോ ഒരു തരത്തിലും പ്രകോപനം ഇനി ജോസ് കെ മാണി വിഭാഗത്തിന് ഉണ്ടാകാതിരിക്കുമ്പോൾ എന്ത് പറഞ്ഞ് ചാടും. പക്ഷെ ഒരു ഭാഗത്ത് CPM അത്രയ്ക്ക് തള്ളിക്കളയാനും പറ്റത്തില്ല. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഒരു മികച്ച ഭൂരിപക്ഷം എല്ലാ കാലവും നേടിക്കൊണ്ടിരിക്കുകയാണ് CPM. കാരണം അവർക്ക് ഈ അടിത്തറയിൽ നല്ല പ്രവർത്തനമാണുള്ളത്. അപ്പൊ അങ്ങനെയെങ്കിൽ കൂടുതൽ സീറ്റുകളും കൂടുതൽ കാര്യങ്ങളും ഒക്കെ ഈ വരുന്ന തെരഞ്ഞെടുപ്പുകളിൽ കിട്ടുമ്പോൾ മാണി വിഭാഗം UDF പോയില്ല എന്നുണ്ടെങ്കിൽ അത് UDF ഒരു നഷ്ടവും കൂടെ അല്ലേ? അല്ല, എന്ത് കാരണം പറഞ്ഞാൽ ചാടുന്നതെന്നൊന്നും അതൊരു പ്രശ്നമൊന്നുമില്ല. ചാടണമെന്ന് തോന്നിയാൽ ഇങ്ങനെ ചാടിപ്പോരും. വലിയ ആദർശഭാരമൊന്നും കേരള കോൺഗ്രസ്സുകാർ ചുമക്കാറില്ല. നമുക്ക് ഈ ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പിന് ഒരു പക്ഷേ UDF മുന്നേറ്റം നമുക്ക് കാണാൻ പറ്റും. പക്ഷെ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ അവർ എത്രമാത്രം അടിത്തറയിൽ പ്രവർത്തനം അവർക്കുണ്ടെന്നുള്ളത്, കാരണം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലൊക്കെ ഒരുപാട് സാരമായി ബാധിച്ചു. അതിന് കാരണം ഒരിടത്ത് തന്നെ 2-3 സ്ഥാനാർത്ഥികളെ അതിൻ്റെ ഇതായിട്ട് നിർത്തിയിട്ടുണ്ട്. അപ്പൊ ഇതൊക്കെ കോൺഗ്രസിന് ഒരുപാട്, കാരണം അവർക്ക് ആരെ എങ്ങനെ നിർത്തണം എന്നുള്ള അറിവുണ്ട്. അടിത്തറയിലെ പ്രവർത്തനം വളരെ ശോഷിച്ചതാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് തന്നെ തദ്ദേശ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ എപ്പോഴും മികച്ച ഭൂരിപക്ഷം നിൽക്കുന്ന LDF അല്ല, പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ ഒരു ഏകദേശ ചിത്രം അവർക്ക് കിട്ടും എന്നുള്ളത് ഉറപ്പാണ്. ആ ചിത്രം അനുസരിച്ച് വേണം മാറാനായിട്ട്. കാരണം LDF എനിക്ക് ഒരിക്കലും ഒരു തുടർഭരണം ഉണ്ടാകും എന്ന് തോന്നുന്നില്ല. പ്രത്യേകിച്ച് BJP ഇവിടെ വ്യക്തമായ ഒരു സ്പേസ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണെന്നുള്ളത് കാണുന്നുണ്ട്. ഇനി എന്തെന്ന് പറഞ്ഞാൽ ഇപ്പം ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ഇവരുടെ ഒരു LDF സർക്കാരിന് CPM ഒരു ഗുണം എന്ന് പറയുന്നത് പ്രാദേശികമായിട്ടുള്ള നേതാക്കന്മാർ ഭയങ്കരമായിട്ട് ലോക്കൽ നേതാക്കന്മാർ ജനങ്ങളിലേക്ക് ഇറങ്ങി അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടും ഒരു കല്യാണമായാലും മരണമാണെങ്കിലും ആ വീട്ടിൽ എന്തെങ്കിലും ഓടിയെത്തുന്ന ഒരു CPM നേതാവായിരിക്കും. പക്ഷെ അത്രത്തോളം ഈ അടിത്തറ ഇപ്പൊ ഇന്നലെ PJ കുര്യൻ പറഞ്ഞതുപോലെ എത്ര പ്രവർത്തകർ യൂത്ത് കോൺഗ്രസിൽ പ്രവർത്തിക്കുന്നുണ്ട്, ഒരു 25 എണ്ണമെങ്കിലും ഒരു മണ്ഡലത്തിൽ നിന്നും ഉണ്ടോ എന്നുള്ളത് ചോദിച്ച് അദ്ദേഹത്തിന്റെ ചോദ്യത്തിൽ ഒരു അർത്ഥമുണ്ട്. കാരണം ഈ അടിത്തറയിൽ പ്രവർത്തിക്കാനുള്ള നേതാക്കന്മാരില്ല. അത് യൂത്ത് കോൺഗ്രസിൽ മാത്രമല്ല, UDF തന്നെ അത്തരത്തിലുള്ള പ്രാദേശിക നേതാക്കന്മാർ കുറവാണ്. ഉണ്ടെങ്കിൽ തന്നെ അവരുടെ കയ്യിലെ കതറൊക്കെ ഇട്ട് ഇങ്ങനെ നടക്കുന്നതല്ലാതെ ഓരോ ജനങ്ങളുടെ ഇടയിൽ അവരുടെ ആവശ്യങ്ങൾ അറിഞ്ഞ് വേണ്ടുന്നിടത്ത് ചെല്ലുകയും ഒരു സഹകരണം വെച്ച് പുലർത്തിയെങ്കിലല്ല. നമ്മൾ തന്നെ അറിയാം, ഒരു കൗൺസിലർ എന്ന് പറയുന്ന ആ പ്രദേശത്തുള്ള ഈ പറഞ്ഞോണം ആൾക്കാരുമായിട്ട് നല്ല ബന്ധമുണ്ടെങ്കിൽ അവർക്ക് അടുത്ത ഒരു വിജയം ഉറപ്പിക്കാൻ പറ്റും. ഞങ്ങളുടെ ഒരു കാര്യത്തിന് ആളെത്തും. ആ ഒരു സഹകരണം വെച്ചാണ് ആൾക്കാർ അവിടെ വോട്ട് കൊടുക്കുന്നത്. മറ്റിടത്താണ് നിയമസഭ ലോക്സഭയിലൊക്കെയാണ് പാർട്ടിയിലേക്ക് പോകുന്നത്. പക്ഷെ തദ്ദേശ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ സ്വാഭാവികമായിട്ടൊരു ലോക്കൽ നേതാവ് അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങളെ അനുമാനിച്ചിരിക്കും, അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങളുടെ വിലയിരുത്തൽ അനുസരിച്ചിരിക്കും ഓരോരുത്തരും വോട്ട് കൊടുക്കുക. അപ്പൊ അവിടെ വരുമ്പോൾ തീർച്ചയായിട്ടും അവിടെ CPM മുന്നേറ്റം ഉണ്ടാകുമെന്നാണ് എനിക്ക് തോന്നുന്നത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.